25 കോടി രൂപയുടെ തട്ടിപ്പ്. ജില്ലാ പഞ്ചായത്ത് അംഗം അറസ്റ്റിൽ. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗവും യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റുമായ TP ഹാരിസ് ഉൾപ്പെട്ട സംഘം 25 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ അറസ്റ്റിലായി. മക്കരപ്പറമ്പ് ഡിവിഷൻ അംഗമായ ഹാരിസ് ലീഗ് അനുഭാവികളായ 200-ലധികം പേരിൽ നിന്നാണ് വിവിധ പദ്ധതികളിൽ ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെടുത്തത്. ഈ സംഭവം മുസ്ലിം ലീഗിന്റെ നേതാക്കൾക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർത്താൻ കാരണമായിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികളിൽ പങ്കാളികളാക്കാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. മുച്ചക്ര വാഹന വിതരണം, ആശുപത്രികളിലേക്ക് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ നൽകൽ, ഡയാലിസിസ് യൂണിറ്റുകൾ സ്ഥാപിക്കൽ, സോളാർ പാനൽ വിതരണം, ലാപ്ടോപ്പ് വിതരണം തുടങ്ങി നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മറവിലായിരുന്നു ഈ തട്ടിപ്പ്. ലീഗ് നേതാക്കളുടെ നേതൃത്വത്തിൽ ബിനാമി പേരുകളിൽ കരാറുകൾ എടുക്കുകയും ഇതിൽ പണം മുടക്കാൻ നിക്ഷേപകരെ സമീപിക്കുകയും ചെയ്തു. പദ്ധതി പൂർത്തിയാകുമ്പോൾ ലാഭത്തിന്റെ 50% നിക്ഷേപകർക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്തു. എന്നാൽ ഒരു വർഷമായിട്ടും ലാഭവിഹിതമൊന്നും ലഭിക്കാതെ വന്നതോടെ നിക്ഷേപകർ ലീഗ് നേതാക്കളെ സമീപിച്ചു. വ്യക്തമായ മറുപടി ലഭിക്കാതായതോടെയാണ് പോലീസിൽ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് ഹാരിസിനെ മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടി. ദുബായിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. നിലവിൽ റിമാൻഡിലാണ്. ഈ തട്ടിപ്പിലൂടെ ലഭിച്ച പണം ലീഗ് നേതാക്കൾ പങ്കിട്ടെടുത്തതായും വിദേശത്ത് ബിനാമി ബിസിനസ്സുകൾ ആരംഭിച്ചതായും ആരോപണം ഉയർന്നിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി SB ജുവാനാണ് ഈ കേസിലെ 2ാം പ്രതി. ഈ സംഭവത്തോടൊപ്പം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന ഇസ്മായിൽ മുത്തേടത്തിനെതിരെയുള്ള ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളും ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട്. സാധാരണക്കാർക്ക് ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുമ്പോൾ കർശന വ്യവസ്ഥകൾ ഉണ്ടെങ്കിലും നേതാക്കന്മാർക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്നുണ്ടെന്നാണ് ആരോപണം. ഇസ്മായിൽ മുത്തേടം ഭാര്യയുടെയും മക്കളുടെയും ബിനാമികളുടെയും പേരിൽ കോടിക്കണക്കിന് രൂപയുടെ വായ്പകളാണ് വിവിധ സഹകരണ ബാങ്കുകളിൽ നിന്നായി എടുത്തത്. വർഷങ്ങളായി ഈ വായ്പകൾ തിരിച്ചടയ്ക്കാതെ കുടിശ്ശികയായി കിടക്കുകയാണ്. മുസ്ലിം ലീഗ് ഭരിച്ച കാലത്ത് ജില്ലാ സഹകരണ ബാങ്ക് നേതാക്കന്മാർക്ക് ചാകരയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഡയറക്ടർ ബോർഡ് അംഗമായിരിക്കെ ഇസ്മായിൽ മുത്തേടം എടക്കര ശാഖയിൽ നിന്ന് മാത്രം വ്യാജരേഖകൾ സമർപ്പിച്ചുകൊണ്ട് 2 കോടി രൂപ തട്ടിയെടുത്തതായി വിജിലൻസ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. മുത്തേടം അർബൻ സഹകരണ സംഘത്തിൽ നിന്ന് 2020-ൽ സ്വന്തം പേരിൽ 2.70 ലക്ഷം, 1.82 ലക്ഷം രൂപ വീതവും ഭാര്യയുടെ പേരിൽ 3.75 ലക്ഷം രൂപയും മക്കളായ അജ്മൽ അലി, ആസിഫ് അലി, സഹോദരൻ അബൂബക്കർ എന്നിവരുടെ പേരിൽ 4 ലക്ഷം രൂപ വീതവും വായ്പയെടുത്തു. ഈ ആഴ്ച വായ്പകളും വർഷങ്ങളായി കുടിശ്ശികയാണ്. ഇതിനു പുറമെ ചുങ്കത്തറ സഹകരണ ബാങ്കിൽ നിന്ന് 55 ലക്ഷവും കരുളായി സഹകരണ ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപയും നിലമ്പൂർ താലൂക്ക് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സംഘത്തിൽ നിന്ന് 2 ലക്ഷം രൂപയും ഇദ്ദേഹം വായ്പ എടുത്തിട്ടുണ്ട്. ഈ സംഭവങ്ങളെല്ലാം മുസ്ലിം ലീഗിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടം വരുത്തിയിരിക്കുകയാണ്. സാധാരണ പ്രവർത്തകരെയും അനുഭാവികളെയും ചൂഷണം ചെയ്തുകൊണ്ട് നേതാക്കന്മാർ നടത്തുന്ന സാമ്പത്തിക ക്രമക്കേടുകൾക്കെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്.